മൈഗ്രൻസ് വിൽ ഡൈ ഏർലിയർ ദാൻ നോൺ മൈഗ്രൻസ്. മലയാളീസ് മാത്രമല്ല, മൈഗ്രൻസ് വിൽ ഡൈ ഏർലിയർ ദാൻ നോൺ മൈഗ്രൻസ്. അതാണ് എനി മൈഗ്രൻസ്. അത് നിങ്ങൾ പറയണം മൈഗ്രൻസ് വൈ മൈഗ്രൻസ് വുഡ് ഡൈ ഏർലിയർ. പൈസ ഉണ്ടാക്കിയാണോ? വൈ? പൈസ മാത്രമല്ലല്ലോ, ആരോഗ്യം. യു ആസ്ക് മലയാളീസ് ഹു ആർ ഇൻ ദ ഗൾഫ്, അവർ കറക്റ്റ് ഷാപ്പിടുമോ ചോദിക്കാമോ? ഐ വെൻ ദർ വൺസ് ടു എ ഗൾഫ്. ഒരു മലയാളിയാണ്. ഹീ സെറ്റ് സാർ 4 മണിക്ക് நான் ടാക്സി എടുത്ത് ഒരു 200 രൂപ അടച്ചിട്ട് ടാക്സിക്കാരൻ്റെ അടുത്ത് நான் ഇറങ്ങും. അവിടെ എല്ലാം അറിയാമല്ലോ, ഇതുപോലല്ല ടാക്സി. നിങ്ങൾ ഇറങ്ങുന്ന இடத்துல ஒரு ஆளுன்னு കേരള ഇറങ്ങും. நான் அவன் നോക്കും മധ്യാഹ്നം 3 മണി. 4 മണിക്ക് കാറിൽ ഇറങ്ങിയ ആളെ 3 മണിക്ക് ഇറങ്ങിയിട്ടില്ല. എന്നെ കണ്ടോണേ സാറേ 3 മണിക്ക് പോയിട്ട് വരട്ടെ സാറേ, അങ്ങനെ പോയി കിടാൻ പറഞ്ഞു. ഇമാജിൻ. ஏன்னா இறங்கணும் ஒரு ஆள் நிற்கும், அவனுக்கு அது பைசா ஆத்திர கட்டு அவனை கொடுக்கணும் இவனை கொடுக்கணும். பார்த்துக்கலாம், ஒரு ஆൾക്കാർ കറക്റ്റ് സമയം സാപ്പിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ വീട്ടിൽ ഹസ്ബൻഡ് ചോദിക്കുമല്ലോ, ഒരു ഇഡ്ഡലി കടയാണ്, അവർക്ക് ഓരോ ഇത് കിട്ടിയിട്ടുണ്ടോ? കംപ്ലീറ്റ്ലി തെറ്റി നിൽക്കുകയാണ്. അത് മാത്രമല്ല, വെൻ ദേ ആർ നോട്ട് വിത്ത് എ ഫാമിലി, ദേ വിൽ സ്മോക്ക്, ദേ വിൽ ഡ്രിങ്ക്, ദേ വിൽ ഗെറ്റ് ഇൻ ടു all bad habits. മൊത്തം അത് ഒരു 10% കിട്ടി. മൊത്തം ഇഫ് യു ആർ എ മൈഗ്രന്റ്. ഇല്ല, ഗൾഫിൽ എപ്പോഴും കേരളത്തിൽ 80% ഗൾഫിൽ എപ്പോഴും പറയണം. ബട്ട് മൈഗ്രൻസ് വിൽ ഡൈ ഏർലിയർ ദാൻ നോൺ മൈഗ്രന്റ്. അതൊക്കെ ഒരു ഡേറ്റ ആവില്ല. ഇത് എൻ്റെ ഹൈപ്പോത്തസിസ്. ഐ ആം ഫ്ലോട്ടിംഗ് ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്, ബട്ട് പീപ്പിൾ നൗ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കറക്റ്റ്. കേരളത്തിൽ താമസിക്കുന്നവരും ഇതുപോലെ തന്നെ ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, മദ്യപിച്ചും നേരത്തെ തന്നെ മരിക്കുന്നുണ്ട്. മരണം അതിന് മൊത്തം ആവറേജ് ആണ് സാറേ. സപ്പോസ് ഫോർ എക്സാമ്പിൾ 60 വയസ്സിന് മേലെ ഉള്ള ആൾക്കാർ, വാട്ട് ഹാപ്പൻ, നമ്മൾക്ക് ഇപ്പം കേരളത്തിൽ 2 ഗ്രൂപ്പുണ്ട് സാറേ. ഇപ്പോൾ 60 വയസ്സാണ് ആൾക്കാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. ചില ആൾക്കാർ ഇവിടെ പിറന്ന് ഇവിടെ പണി ചെയ്ത് ഇപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ ലാങ്ങിയിട്ട് ഇവിടെ നിങ്ങളിപ്പോൾ വയസ്സായി പറയാണ്. ചില ആൾക്കാർ 25 ഇവിടെ നിന്ന് പോകും, എവിടെയോ വയസ്സായിട്ട് ഇവിടെ 60 വരാം. അല്ല, ഞാൻ പറഞ്ഞ സാറ് പറഞ്ഞത് ഈ മൈഗ്രൻസ് കൂടുതൽ നേരത്തെ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഇവിടെയുണ്ട് സാറേ, ഇവിടെ എല്ലാം ഉണ്ട്. ബട്ട് ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അല്ല. അപ്പം മൈഗ്രൻസിക്ക് ഇതുപോലെ ഒരു കറക്റ്റ് സമയത്തിൽ അത് ഇല്ലല്ലോ സാറേ. അത് മാത്രമല്ല, ഐ മെറ്റ് സം ഓഫ് ദ മൈഗ്രൻസ്. അവിടെ ചോദിച്ച് നിങ്ങൾക്കത് സോമില്ല സാറേ, ഡാക്ടറിനോട് കാണില്ല സാറേ, നാട്ടിൽ പോകുമ്പോൾ അത് കാണും സാറേ. ഇവിടെ അവർക്ക് അപ്പോൾ എല്ലാത്തെയും ഇവൻ ദേ വിൽ നോട്ട് ഡു ഇവൻ ബ്ലഡ് ടെസ്റ്റ്. അവർക്ക് അവരുടെ മോട്ടീവ് പൈസ ഉണ്ടാക്കണം. സെറ്റ് ചെയ്താൽ വേറെ അല്ല, അത് വേറെ കാപ്പിറ്റാമല്ലോ. അത് മൈഗ്രൻസ് വിൽ ബി ഇത് ഒരു ജനറൽ ഹൈപ്പോത്തസിസ്. മൈഗ്രൻസ് അതുക്കാവ്. ബട്ട് ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യും കേട്ടാ. ഞാൻ ചെത്ത് പോകുന്ന മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ പോയി ചാവാൻ പറയാം, അത് വേറെ വിഷയം. ബട്ട് ഇല്ല സാറേ, ഇപ്പോൾ മൈഗ്രേറ്റ് പറയുമ്പോൾ സാറേ, ഇപ്പോൾ ചില ഇടത്തുകളിൽ ഇപ്പോൾ 80% മലയാളീസ് ആർ നോട്ട് ടേക്കിംഗ് ദെയർ ഫാമിലീസ്. അറിയാമല്ലോ, 80%. ഇൻഫാക്ട് ഐ ഡിഡ് എ സ്റ്റഡി ഓൺ മാരിഡ് ബാച്ചിലേഴ്സ് ഇൻ ദുബായ്. അവരെല്ലാം വൈഫ് കൊണ്ടുപോകണമെങ്കിൽ ഇത്ര പൈസ വാങ്ങണം. സാലറി തന്നെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, വൈഫ് കൊണ്ടുപോകണമെങ്കിൽ ഇത്ര സാലറി വാങ്ങണം. അത്ര സാലറി വാങ്ങുന്ന ആൾക്കാരാണോ വൈഫ് കൊണ്ടുപോകണില്ല. അത് നമുക്ക് അവരെ പറ്റി അറിയാൻ നമുക്ക് സമയമാവുമല്ലോ. ബട്ട് ഈവൻ ദേ വിൽ ഡൈ സാർ, ദേ വിൽ ഡൈ. ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് മൈഗ്രൻസ് ആർ നോട്ട് വാട്ട് യു തിങ്ക്. നിങ്ങൾ വർക്കർ ക്യാമ്പിൽ പോയിട്ടുണ്ടോ? ആരാത് വർക്കർ ക്യാമ്പ് പോയിട്ടുണ്ടോ? ദുബായില ഗൾഫിലായ വർക്കർ ക്യാമ്പ്സ് പോയിട്ടുണ്ടോ? പോണോ? ഒടുവില്ല അവിടെ പോണോ? ഐ വെൻ ത്രൂ അണ്ടർഗ്രൗണ്ട്. സോ 10% സാറേ, 10-20% സാറേ. ഇല്ല, ഓട്ടോമാറ്റിക് ആവറേജ് വരുമ്പോൾ അവർ തട്ടി പോകുമല്ലോ. ഇത് ആവറേജ് അല്ലോ, തട്ടി പോകുമല്ലോ സാറേ. തട്ടിപ്പോ. സി പോയിന്റ് ഈസ് ദാറ്റ് മെനി പീപ്പിൾ നിങ്ങൾ ദാറ്റ് ഈസ് വാട്ട് നിങ്ങൾ ജേർണലിസ്റ്റുകാർ ഇതുപോലെ നിങ്ങൾ ഒരു ഹൈലൈറ്റിൽ കൊടുക്കുമ്പോൾ ആൾക്കാർ സാർ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഡേറ്റാവേ ഇല്ലല്ലോ എത്ര മൈഗ്രൻസിന്. ഇപ്പോൾ ഇതൊന്നും ഒരു വലിയ, ഞാൻ പറയുന്നത് ഒരു വലിയ സംഭവമല്ലോ. മൈഗ്രൻസ് വിൽ ഡൈ ഏർലിയർ ദാൻ, ഇതൊരു വലിയ സംഭവമാണ്. ബട്ട് ഇത് ഡിസ്പ്രൂവ് ചെയ്യണമെങ്കിൽ, ഞാൻ പറയാം, ഡിസ്പ്രൂവ് ചെയ്യണമെങ്കിൽ എവിടെ നാളാവും? നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഐ ഹാവ് ഗിവൻ ഇൻ്റർവ്യൂ ടു ടൈംസ് ഓഫ് ഇന്ത്യ ഇൻ കോവിഡ് വന്ന ഉടനെ. ടൈംസ് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി എഡിറ്റർ കോൾഡ് മീ, സാർ ഐ വാണ്ട് ഇൻ്റർവ്യൂ, ഹൗ മെനി ഇന്ത്യൻസ് ആർ മൈഗ്രൻസ്, ഇന്റേണൽ മൈഗ്രൻസ്. ഞാൻ പറഞ്ഞു സാറേ 600 മില്യൺ പറഞ്ഞ്. ദറ്റ് ഇൻക്ലൂഡ്സ് മീ ആൻഡ് നരേന്ദ്രമോദി. ഐ വാസ് ഫ്രം തമിഴ്നാട് ടു കേരള, ഹീസ് ഫ്രം ഗുജറാത്ത് ടു ഡൽഹി. ഞങ്ങൾ 2 മൈഗ്രൻസ് ആണ്.
പുള്ളി പറഞ്ഞു സാറേ മോദിയെ ചോദിക്കണം ഞാൻ മോദി ഞങ്ങൾ രണ്ട് മൈഗ്രൻസ് ആണ് പറഞ്ഞു മോദിയെ ചേക്കണ്ട ഞാനോ നീ മോദിയെ ഒന്നെന്ന് പറഞ്ഞാൽ അവർ സാറേ അപ്പടിയല്ല മൈഗ്രൻസ് ആണ് ഞാൻ പറഞ്ഞു 600 മില്യൺ മൈഗ്രൻസ് ആണ് പറഞ്ഞത് എല്ലാ ന്യൂസ് പേപ്പറിലും ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഫ്രണ്ട് പേജിൽ രാജൻ സേസ് അത് എഴുതി രാജൻ സേസ് 600 മില്യൺ മൈഗ്രൻസ്. അപ്പോൾ ഞാൻ ഒരാൾ ചോദിച്ചു സാർ എന്ന് മനസ്സിലായി എവിടെ നിന്ന് നമ്പർ അതിന് നമ്പർ വേറെ ഒന്നുമില്ല സാറേ എൻ്റെ ഇമാജിനേഷൻ പ്രകാരം 30-35% ഇന്ത്യൻസ് പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ എ പ്ലേസ് ദേ ആർ നോട്ട് ബോൺ. ഇപ്പോൾ നിങ്ങൾ പിറந்த எந்த ஊர் இப்போ இருக்கிறது இல்லை வேறு ஊராണ്. അപ്പോൾ 33% ഇന്ത്യയിൽ എനിക്ക് കൊണ്ടുവരാം അത് 71, 81, 91 രണ്ടേ അറിയാം. അപ്പോൾ அதை வச்சுக்கிட்டு நான் ப்ரொஜெக்ட் செய்யணும் பாப்புலேஷனை. அண்ட் ப்ளஸ் 2004 ஆஃப்டர் நரேந்திர மோடி கேம் மெனி பாலிசிஸ் ஆர் ப்ரொமோட்டிங் சிட்டிஸ் ஸ்மார்ட் சிட்டி மீன்ஸ் மைக்ரேஷன். சிட்டியில் போய் யார் இருக்கும் மைக்ரேஷன் അവിടെ പോയിട്ടാണ് ഇപ്പോൾ പ്രസവിക്കുന്നത്. ഫസ്റ്റ് പോവും പ്രധാന പ്രസവിക്കുന്നത് ഇപ്പോൾ പോകുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഒരു ആൾക്കാരും nobody said this number is wrong. സർ എനിക്കത് മനസ്സിലാകാനായിട്ട് ചോദിക്കുകയാണ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് റൂറൽ ടു അർബൻ അത് ടോട്ടൽ ഇന്ത്യൻസ് ഹു ആർ മൈഗ്രൻസ് then 200 million people are directly affected during COVID-19 interstate migrant നമ്മുടെ 200 million കൊടുത്തത് ഞാൻ കൊടുത്തിട്ട് അത് മറന്നുപോയി. ഇപ്പോൾ എവറിബഡി ഈസ് കോട്ടിങ് 600 million. they want to question me, they have to come back with പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു എവിടെയാ വേണമല്ലോ ഡേറ്റ ഒന്നും ഇല്ലല്ലോ സാറേ ഞാൻ വെച്ചത് ബിക്കോസ് വാട്ട് ഐ സേ ഈസ് ദ നമ്പർ വേറെ നമ്പർ ഇല്ലല്ലോ. സാർ പറഞ്ഞതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു റൂറൽ ഏരിയയിൽ ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ ഔട്ട്സ്കേർട്സ് നേരിട്ട് സ്ഥലം അവിടെ ക്യാരി ചെയ്യാവുന്നതിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. സ്പ്രെഡ് ചെയ്ത് they will go to തിരുവനന്തപുരം, കൊല്ലം ഓർ നാഗർകോവിൽ whichever നെക്സ്റ്റ് ബിഗസ്റ്റ് സിറ്റി എവിടെയാണോ അതൊരു മൈഗ്രേഷൻ ആണ്. കാരണം അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. ആദിമകാലം മുതൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. We cannot call it migration. But the problem is migrants are defined. Who is migrant? Who is scheduled caste? Who is Muslim? നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടല്ലോ. We should have a definition for who is migrant. ആ മൈഗ്രൻ്റ് ഡെഫിനേഷൻ പ്രകാരം എനിബഡി ലിവിങ് ഇൻ എ പ്ലേസ് ദേ ആർ നോട്ട് ബോൺ ദേ ആർ മൈഗ്രൻസ്. ആ ഡെഫിനേഷനാണ് നമ്മൾ പറയുന്നത്. ഈ ഡെഫിനേഷൻ മാറ്റിയെങ്കിൽ മാറ്റാമല്ലോ. ഹൂ ഈസ് ഡയസ്പൊറ? ഡയസ്പൊറ ഈസ് ദ വൺ ഹൂ വാസ് ബോൺ ഇൻ ഇന്ത്യ, നൗ ത്രോൺ ദ ഇന്ത്യൻ പാസ്പോർട്ട് ഇൻ ദ ടെസ്റ്റ് ബോക്സ് ആൻഡ് പിക്ഡ് അപ്പ് ദ UK പാസ്പോർട്ട്. അവനാണ് ഡയസ്പൊറ. കമലാ ഹാരിസ് മദർ വാസ് എ സ്റ്റുഡൻറ്റ് വെൻറ്റ് ഫ്രം ചെന്നൈ. കമലാ ഹാരിസ് അമ്മ അറിയാമല്ലോ പോയി അവർ ചെന്നൈന്ന് പോയ ആളല്ലോ. But she went as a passport, Indian passport, then diaspora. For diaspora, you should become a migrant first. Diaspora direct ആവില്ലല്ലോ. ഇവിടെ നിന്ന് മൈഗ്രൻ്റ് പോയിട്ട് അവിടെ പോയി ഡയസ്പൊറ ആവാം. When you are diaspora, you are not holding Indian passport. Indian passport holder are still non-resident Indians. They are holding still Indian passport. അതുകൊണ്ട് നമുക്ക് ഡെഫിനേഷൻ പറയുന്നത് ആ 600 million നമുക്ക് can do that within the state, within district. But we were talking about interstate. Because during COVID, interstate migrants were more affected, but inter-district also affected. എന്നാൽ ഡിസ്ട്രിക്റ്റിലെല്ലാം അവർ ഇട്ടല്ലോ, എല്ലായിടത്തും ഇട്ടല്ലോ. ഇവിടെ എല്ലാം ഹോട്ട് സ്പോട്ട്സ് ആയത് ഹോട്ട്സ്പോട്ട് ഇത് പറഞ്ഞല്ലോ. സോ ഞാൻ പറയുന്ന നമ്പേഴ്സ് പറയുകയാണെങ്കിൽ നമ്പർ ഇല്ല സാറേ. യു വിൽ ഗെറ്റ് എ നമ്പർ വെൻ ദ സെൻസസ് ഇസ് കണ്ടക്റ്റഡ്. ഇപ്പോൾ 27 സെൻസസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു നമ്പർ കിട്ടും. ഞാൻ ഇപ്പോൾ 21 600 പറഞ്ഞല്ലോ. അപ്പോൾ സെൻസസ് പറയുന്നത് 550 ഓക്കെ. ബട്ട് എനിവേ മൈ നമ്പർ വാസ് സർവൈവിങ് ഫ്രം 2020 till സെൻസസ് കംസ് ഐ ആം ദ കിങ്. അത് വരയ്ക്കും വേറെ നമ്പർ ഇത് ആരത് ഒരു നമ്പർ ആരും കൊടുക്കുന്നില്ലല്ലോ സാറേ. ഇപ്പം പറഞ്ഞില്ല, ഇപ്പോൾ ആരും പറഞ്ഞില്ല ഐ ആം ദി ഹയസ്റ്റ് മൂവി മെയ്ഡ് ബൈ ദിസ് മൂവി 180 crores. ഇനി ഒരു ആൾ കണ്ടുപിടിച്ച് ഇതുപോലെ വരണമെങ്കിൽ ഒരു മാസം ആകുമോ, ചിലപ്പോൾ 10 മാസം ആകുമോ. 27 സെൻസസ് വന്നാൽ ദേ ക്യാൻ പ്രൂവ് മീ ഐ വാസ് റോങ്. അതുപോലെ മൈഗ്രേഷൻ എക്സ്പേർട്ട് എന്നതിലേക്ക് മൈഗ്രേഷനെ താങ്കൾ എങ്ങനെ കാണുന്നത്? അത് നല്ലതാണോ? അത് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചത് പ്രോഗ്രസീവ് മൂവ് ആണോ? ഇല്ല, മൈഗ്രേഷൻ ഷുഡ് ബി ഗുഡ്. മൈഗ്രേഷൻ ഹാസ് ബെനിഫിറ്റഡ് മീ, ഇറ്റ് ബെനിഫിറ്റഡ് നരേന്ദ്ര മോദി. ദെൻ വൈ യു ആർ ടെല്ലിങ് മൈഗ്രേഷൻ ഇസ് ബാഡ്? ഇറ്റ് ബെനിഫിറ്റഡ് ഡൊണാൾഡ് ട്രംപ്. എല്ലാവരും മൈഗ്രൻ്റ് അല്ല സാറേ. സോ മൈഗ്രൻറ്റ് ഷുഡ്, ബട്ട് അത് നമ്മൾക്കത് ഫ്ലോ ചെയ്യണം. മൈഗ്രൻസ് ആർ ഗോയിങ്. ഇപ്പോൾ എല്ലാവരും അതായത് ഇൻഡിവിജ്വൽ ചോയ്സ്. മൈഗ്രൻ്റ് നമ്മൾ നിർത്താൻ പറ്റില്ലല്ലോ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ യു ക്യാൻ മൂവ്. Am I right? Migration is a free movement. But what we are talking about a orderly, safe and legal migration. അതാണ് വേണ്ടത് നമുക്ക്.
ഈ ചുമ്മാ കെട്ടിപ്പിറക്കിട്ട് പോയിട്ട് കാര്യമല്ല. വി ഡോണ്ട് വാണ്ട്, ബിക്കോസ് ഐ വാസ് ടെല്ലിങ് ദം ദ പാസ്പോർട്ട്, the people who were sent by Donald Trump through the flight, they were holding Indian passport, which I am also holding. എൻ്റെ ബ്രാൻഡ് പോയല്ല സാറേ, എൻ്റെ ബ്രാൻഡല്ലോ അവൻ വേറെ പാസ്പോർട്ട് വെച്ചിരുന്നാ മലയാളി, അവിടെ മലയാളി പാസ്പോർട്ടോ പഞ്ചാബി പാസ്പോർട്ടോ അല്ലല്ലോ. ഹി വാസ് ഹോൾഡിങ് ഇന്ത്യൻ പാസ്പോർട്ട് വിച്ച് ഇസ് ഹോൾഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ പാസ്പോർട്ട്, ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് ഐ വെൻറ്റ് ടു ജർമ്മനി. എന്നെ ഒരു എയർപോർട്ട് വെച്ച് ചോദിക്കാൻ പാസ്പോർട്ട് എപ്പോഴും നോക്കിയാണ് അവർ. ഞാൻ വാട്ട് ഹാപ്പൻ, നോ സാർ ഹൗ മെനി ഡേയ്സ് യു ആർ സ്റ്റേയിങ്. സാർ ഇത് ചോദിക്കില്ല സാറേ. ഇല്ല സാർ, ലാട്ട് ഓഫ് ഇന്ത്യൻസ് ആർ നൗ വി ആർ ഓൾസോ തിങ്കിങ് ലൈക്ക് UK, മേ ബി ജർമ്മനി ആൾസോ. സോ വി ആർ ലുക്കിംഗ് അറ്റ് യുവർ തിങ് സാർ. വിസ കറക്റ്റാണോ? എൻ്റെ ഇമേജ് പോയില്ല സാറേ. നോ ബ്രാൻഡ് ഇന്ത്യ, ബാറ്റ ബ്രാൻഡിനാ ബാറ്റ വേണോ? ഷൂ നമ്മൾ പറയുന്നത് ബാറ്റ പറഞ്ഞത് അത് 999 ഒരു ബ്രാൻഡ് പറയാം, ഒരു കട പറയാം, ആ ബ്രാൻഡ് അവിടെ പോനാ അത് ഇന്ത്യ ബ്രാൻഡ് നമ്മൾ പോയല്ല സാറേ. അത് ഇന്ത്യ ബ്രാൻഡ് അല്ല, അത് ഹീസ് ഹോൾഡിങ് ദ സെയിം പാസ്പോർട്ട് ലൈക്ക് യു ഹോൾഡ്. നോ, അതാണ് പറയണം. അതാണ് പറയുന്നത്. മൈഗ്രേഷൻ ഈസ് ഗുഡ്, ബട്ട് മൈഗ്രേഷൻ ഹാസ് ടു ബി ലീഗൽ, orderly and safe.